അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ നല്ലോണം സ്നേഹിക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കെയർ ചെയ്യാനും സഹായിക്കുന്ന അസ്മാഉൽ ഹുസ്നയിലെ ഒരു ചെറിയ ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ദിക്റിനെ ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ദിക്റിനെ ആരും ദുരുപയോഗം ചെയ്യാതെ ശ്രദ്ധിക്കുക. ഭർത്താവ് തന്നെ സ്നേഹിക്കാൻ, ഭാര്യയ്ക്ക് തന്നോട് സ്നേഹമുണ്ടാവാൻ, മാതാപിതാക്കൾ സ്നേഹിക്കാന്, മക്കൾ തമ്മിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കാന്, ഇതുപോലുള്ള ഹലാലായ എല്ലാ കാര്യങ്ങൾക്കും ഈ ദിക്റിനെ ഉപയോഗപ്പെടുത്താം. അന്യ സ്ത്രീകളുമായോ അന്യ പുരുഷന്മാരുമായോ ബന്ധമുള്ളവരൊക്കെ അതിൽ നിന്നുമെല്ലാം മാറി നിന്ന് അവരുടെ സ്വന്തം ഭാര്യയെയോ ഭർത്താവിനെ സ്നേഹിക്കാനും ഈ ദിക്റ് ചൊല്ലിയാൽ അള്ളാഹു നമ്മെ സഹായിക്കുന്നതാണ്. വിവാഹ ബന്ധം കൊണ്ട് അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്ന ബന്ധത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഹൈറും ബർക്കത്തുമെല്ലാം അള്ളാഹു നമുക്ക് എത്തിച്ചു തരുന്നതാണ്. കുറ്റങ്ങളും കുറവുകളുമെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആരും തന്നെ ഒരിക്കലും പൂർണ്ണമായും പെർഫെക്റ്റ് ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പരസ്പരം സംസാരിച്ചു കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക. നമ്മളാൽ കഴിയാവുന്ന മാറ്റങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ മാറ്റിയെടുക്കുക. ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങളെ 2 ദിവസത്തിൽ കൂടുതൽ നീട്ടിക്കൊണ്ടു പോവാതിരിക്കുക. അന്യ സ്ത്രീകളെ, അന്യ പുരുഷന്മാരെ ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം കുറക്കാൻ ശ്രമിക്കുക. ഇത് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ കുറേയേറെ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നതാണ്. ഇനി അള്ളാഹുവിൻ്റെ ചെറിയൊരു നാമമുണ്ട്. ഈ നാമം നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇത് നിങ്ങൾ ചൊല്ലിയാൽ നമ്മളുടെ ഭാര്യ, ഭർത്താവ് ആരായിക്കോട്ടെ നമ്മളെ നല്ലോണം സ്നേഹിക്കുന്നതാണ്. ഇനി ആ ഒരു ദിക്റ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 11 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം ആരോടും സംസാരിക്കാതെ 313 തവണ യാ വലിയു യാ അല്ലാ എന്ന് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്തോളി. ഇതുകൊണ്ട് നിങ്ങൾ ആരുടെ സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഇത് ചെയ്തു നോക്കിക്കോളി. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവർക്കും കൂടി ഇത് ഉപകാരപ്പെട്ടാൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.